പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരിയേറെ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ നിൽക്കുന്നത്. കുടുംബത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും പഠിക്കാവുന്ന ഏറ്റവും നല്ലൊരു പാഠപുസ്തകമാണ് വിശുദ്ധ അന്ന പുണ്യവതി. ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുടുംബങ്ങളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു തിരുവചനം കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെയാണ് ഈശോ നമ്മോട് സംസാരിക്കുന്നത്. നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ച്, ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച്, ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി കർത്താവിന്റെ സന്തോഷം നിങ്ങൾ പൂർണ്ണമാക്കുവിൻ. വെറുതെ കരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ സന്തോഷം പൂർണ്ണമായി തീരണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പൗലോസ് എഴുതി വെച്ചിരിക്കുകയാണ്. ഒരേ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം, ഒരേ സ്നേഹത്തിൽ നിങ്ങൾ വർദ്ധിക്കണം, ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി കർത്താവിന്റെ സന്തോഷം പൂർണ്ണമാക്കുന്ന സ്ഥലമാണ് കുടുംബം. അവിടെയുള്ള ജീവിതമാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിന്റെ ചരിത്രമാണ് ബൈബിളിൽ മുഴുവൻ കാണുന്നത്. ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്നാൽ മാതാപിതാക്കന്മാരുണ്ട്, അവിടെ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, വൃദ്ധന്മാരുണ്ട്, രോഗികളുണ്ട്, കുഞ്ഞുമക്കളുണ്ട്. ദൈവമായ കഥ പറയുന്നു, യേശു നൽകിയ സ്നേഹത്തിന്റെ നിയമം പൂർത്തിയാക്കുന്ന സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, യേശു നൽകിയ സ്നേഹത്തിന്റെ നിയമം, സ്നേഹത്തിന്റെ കൽപ്പന പൂർണ്ണമാക്കുന്ന സ്ഥലമാണ് ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നത്. എന്താണ് ക്രിസ്തീയ കുടുംബമെന്ന് വളരെ വ്യക്തമായി സങ്കീർത്തനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. 112 സങ്കീർത്തനം 1 തിരുവാക്യത്തിലൂടെ പറയുന്നു, ഒരു ക്രിസ്തീയ കുടുംബം എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്ന കുടുംബമാണ്. സുഖങ്ങളിലും ദുഃഖങ്ങളിലും, സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും, വിജയങ്ങളിലും പരാജയങ്ങളിലും ദൈവത്തിന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാൻ കഴിയുന്ന കുടുംബം ഒരു ക്രിസ്തീയ കുടുംബമാണ്. നമ്മൾ കാണാറുണ്ട്, ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഒരിക്കലും ഒരു ഭാര്യ വന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ജോലിയും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മുഖമാകെ വിവർണമായിരുന്നു. നോക്കിയേൻ, ഭർത്താവിന്റെ മുഖം കണ്ടുകൊണ്ട് ഹൃദയം വായിക്കാൻ അറിയുന്ന ഒരു ഭാര്യയുടെ ചിത്രമാണത്. ഭാര്യ പറഞ്ഞു, വാ നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഭാര്യ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവന്ന് പ്രാർത്ഥനാ മുറിയിൽ കയറിയിരുന്ന് രണ്ടുപേരും കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കരമുയർത്തി അല്പസമയം സ്തുതിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തുതിയുടെ പ്രാർത്ഥന തുടങ്ങിയപ്പോഴേ ഭർത്താവിന്റെ കണ്ണുകളിൽ നിന്ന് നീർച്ചാല് പോലെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഭാര്യ എന്നോട് പറയുകയായിരുന്നു, എന്റെ ഭർത്താവ് എന്റെ മാറിടത്തിലേക്ക് ചാരിങ്ങനെ നിന്നു, പൊട്ടി പൊട്ടി കരഞ്ഞപ്പോഴെല്ലാം ദൈവത്തിന്റെ കരസ്പർശനം വന്ന് അദ്ദേഹത്തെ സുഖപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ മുറിന്ന് കടന്നു വന്നപ്പോൾ കണ്ണുനീര് തുടച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ അല്പം സുഖം കിട്ടുന്ന പോലെയുണ്ട് എന്ന്. ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, ദാനിയേൽ രാത്രി കാലത്ത് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദർശനം കിട്ടിയത്രേ. രാത്രി കാലത്ത് ദാനിയേൽ പ്രവാചകൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദർശനമുണ്ടായി. സ്വർഗസ്ഥനായ പിതാവിന്റെ നാമത്തെ കുറിച്ച് വാഴ്ത്തി സ്തുതിക്കുന്ന സമയത്ത് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ദാനിയേൽ പ്രവാചകനിൽ വന്നു നിറഞ്ഞു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജെറൂസലം വചന കൂടാരത്തിൽ അതിശക്തമായിരിക്കുന്ന സ്തുതിപ്പിന്റെ പ്രാർത്ഥനാ സമയത്ത് അനേകം മക്കൾക്ക് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും മനസ്സംയമനത്തിന്റെയും ഭക്തിയുടെയും സൗഖ്യത്തിന്റെയും ആത്മാവ് വ്യാപരിക്കുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കർത്താവിനെ കുറിച്ചാണ്, എന്റെ ഹൃദയം കൊണ്ട് ആസ്വദിച്ചതുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്, എന്റെ കരങ്ങൾ കൊണ്ട് സ്പർശിച്ച യേശുവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തകൻ പറയുന്നു, സ്തുതിക്കുന്ന കുടുംബം ക്രിസ്തീയ കുടുംബമാണ്.
ദൈവത്തെ ഭയപ്പെടുന്ന കുടുംബം ക്രിസ്തീയ കുടുംബമാണ്. ദൈവ കൽപ്പനകളിൽ ആനന്ദിക്കുന്ന കുടുംബം ക്രിസ്തീയ കുടുംബമാണ്. നീ ചിന്തിക്കണം, എന്റെ കുടുംബം ക്രിസ്തുവിന്റെ നിയമം അനുസരിച്ചാണോ ജീവിക്കുന്നത്? എന്റെ കുടുംബം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിയമത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈശോ പറയുന്നു, നീ ദൈവത്തിന്റെ പക്കലേക്ക് തിരിയുക. പ്രിയപ്പെട്ടവരെ, ബൈബിളിന്റെ ചരിത്രം കുടുംബങ്ങളുടെ ചരിത്രമാണെങ്കിൽ അത് എന്റെയും ചരിത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സക്രിയാസിന്റെ ഒരു കുടുംബമുണ്ട്, അത് ഒരു ക്രിസ്തീയ കുടുംബമാണ്. പത്രോസിന്റെ അമ്മായിയമ്മയുടെ ഒരു കുടുംബമുണ്ട്, അത് സൗഖ്യത്തിന്റെ കുടുംബമാണ്. കാനായിലെ കല്യാണ വിരുന്ന് നടന്ന ഒരു കുടുംബമുണ്ട്, കുറവുകളെല്ലാം തികവുകളാറ്റിയ ഒരു കുടുംബമാണ്. ലാസറിന്റെ കുടുംബമുണ്ട്, മരിച്ചവനെ ഉയർപ്പിച്ച ഒരു കുടുംബമാണത്. സക്കേവൂസിന്റെ കുടുംബമുണ്ട്, പാപത്തിൽ നിന്ന് നന്മയിലേക്ക് കടന്നു വന്നൊരു കുടുംബമാണ്. നോക്കുക, ഈ കുടുംബങ്ങളിൽ ഏത് കുടുംബത്തിന്റെ പകർച്ചയാണ് എന്റേതുള്ളത് എന്ന്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ ഉണ്ടാകാം, സൗഖ്യം കിട്ടിയ കുടുംബങ്ങൾ ഉണ്ടാകാം, കുറവുകൾ മാറിയ കുടുംബങ്ങൾ ഉണ്ടാകാം, മരിച്ച നിലയിൽ നിന്ന് ഉയർപ്പിലേക്ക് കടന്നു വന്ന കുടുംബങ്ങൾ ഉണ്ടാകാം, പാപത്തിൽ നിന്ന് മോചനം കിട്ടിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചാരാധിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകാം. ഈ കുടുംബങ്ങളിൽ ഏത് കുടുംബമാണ് എന്റേതെന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങളുടെ റാണിയാണ് പരിശുദ്ധ അമ്മ. മംഗളവാർത്തയിൽ വചനം കേൾക്കുന്ന ഒരു കന്യകയായിരിക്കുന്ന മറിയത്തെയാണ് കാണുന്നത്. എലിസബത്തിന്റെ വീട്ടിൽ വചനം പ്രഘോഷിക്കുന്ന ഒരു മാതാവിനെയാണ് കണ്ടുമുട്ടുന്നത്. മാതാവിന്റെ മഞ്ഞിഫിക്കത്തിൽ വചനം അതിന്റെ അർത്ഥം പൂർണ്ണമായി ഗ്രഹിച്ച് വചനത്തിന്റെ സാക്ഷിയാകുന്ന ഒരമ്മയാണ് കാണുന്നത്. ഇത് തന്നെയാണ് കുടുംബം എന്ന് പറയുന്നത്. വചനം ശ്രവിക്കുക, വചനം പ്രഘോഷിക്കുക, വചനത്തിന് സാക്ഷിയായി തീരുക. ഇത്തരത്തിലുള്ള കുടുംബങ്ങളെ കാണുവാൻ സ്വർഗത്തിന്റെ ദൈവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രക്തബന്ധത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ആത്മീയമായ ബന്ധം. അതുകൊണ്ടാണ് വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ പറയുന്നത്, ചോരയാലും രക്തത്താലും കെട്ടപ്പെട്ടതും ദൈവസന്നിധിയിലും മനുഷ്യ സന്നിധിയിലും സ്വീകാര്യമായവരും ദൈവത്തെയും മനുഷ്യനെയും മാനിക്കുന്ന കുടുംബത്തെ കാണാൻ സ്വർഗത്തിന്റെ ദൈവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ പറയുകയാണ്, സ്നേഹത്താലും ചോരയാലും കെട്ടപ്പെട്ടതും കാരണവരുടെ നേരെ ആദരവും കീഴ്വഴക്കമുള്ളതും തമ്പുരാനോടും മനുഷ്യനോടും സമാധാനത്തിൽ വർദ്ധിക്കുന്നവരും അന്തസ്സിനടുത്ത വിധത്തിൽ ജീവിക്കുന്നവരുമാണ് ദൈവം കാണാൻ ആഗ്രഹിക്കുന്ന കുടുംബം എന്ന് വിളിച്ചു നോക്കുക. സ്നേഹമുണ്ട്, ചോരയാലും രക്തത്താലും ജനിച്ച വീടിനേക്കാൾ വലിയ പ്രാധാന്യം ആത്മീയമായ ബന്ധങ്ങൾക്കുണ്ട്. ഞാൻ ഇങ്ങനെ